പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തതിൽ വ്യാപക പ്രതിഷേധം. ഒരു സർക്കാർ വിരളി പിടിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതെന്ത് തോന്നിവാസമാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്? മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളോ കേസോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിൽപ്പെട്ടതല്ല. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാധാരണഗതിയിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ വകുപ്പ് നടത്തുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയെ തന്നെ പരിഹാസ്യമാക്കുന്ന ഒരു നടപടിയാണ്. നിയമപരമല്ലാത്ത ഒരു കാര്യവും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യില്ല. അദ്ദേഹം ഒരു ഹിറ്റ്ലറാണ്. മുൻ ഹിറ്റ്ലറുടെ പുനർജന്മമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ പറ്റും. ഇത് ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളുടെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. ഷുവേറിയൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ വിശ്വാസക്കുറവില്ല എന്നും ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ അതുമായി മുന്നോട്ടു പോകണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേശം. മാധ്യമങ്ങൾ AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കളിയാക്കി. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് കേരളത്തിലെ രീതിയെന്ന് ഗവർണറും വിമർശിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്ത നടപടിയാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ നമുക്ക്. ഇത് നിങ്ങളല്ല അവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളുടെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു? കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. വിനീതയ്ക്കെതിരായ പോലീസ് നടപടിയിൽ പുതുമയില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് സംസാരിച്ചാലും കേസെടുക്കുമെന്നതാണ് രീതിയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. When you board a plane, you pass through security. And if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was registered in Kerala. What's new about it? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM തീരുമാനിക്കുന്നത് പോലെ മാധ്യമപ്രവർത്തനം നടത്തണമെന്ന്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതിപക്ഷത്താണെങ്കിലും ഭരണത്തിലിരിക്കുമ്പോഴും മാധ്യമങ്ങൾ അവരെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും, സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇത് ഏകാധിപത്യമാണ്. ഇത് ഡൽഹിയിൽ നടക്കുന്നത് അതുതന്നെയാണ്. പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കോടതിയിൽ എങ്ങനെ തെളിയിക്കുമെന്നത് ലോക്കൽ പോലീസിനും വലിയ തലവേദനയാണ്. നേരത്തെ ഇതേ കേസിൽ അറസ്റ്റിലായ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കോടതി വിമർശിച്ചിരുന്നു. 24 കൊച്ചി. പ്രതിഷേധ വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത ബീജിക്കെതിരെ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. സർക്കാർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള പോലീസ് കടന്നുകയറ്റത്തെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള KSU പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയുടെ പേരിൽ കേസെടുത്ത പോലീസ് നടപടി തോന്നിവാസമെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേസ് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം സർക്കാർ മറക്കുകയാണെന്ന് ഡോക്ടർ ശശി തരൂർ MP. മാധ്യമപ്രവർത്തകർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ പിന്നെ അവരുടെ ജോലി എന്താണ്? 24 റിപ്പോർട്ടർ വിനീതയെ അവർക്കെതിരെ കേസെടുത്ത സംഭവം സത്യസന്ധമായി അവർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവരുടെ പേരിൽ കേസെടുത്തത് എന്നുള്ളത് വളരെയേറെ വിചിത്രമായിരിക്കുന്നു. എന്താണ് ഇവരുടെ ഇപ്പോൾ ഒരു പ്രശ്നം? എന്താണത്? അവരെ എതിരിക്കാൻ പാടില്ലേ? അവരുടെ എതിരെ സംസാരിക്കാൻ പാടില്ലേ? കരിങ്കോടി കാണിക്കാൻ പാടില്ല? അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല? ആൾക്കാർക്ക് പെർമിഷൻ എടുത്തിട്ട് പാതി നിന്ന് പ്രസംഗം കേൾക്കാൻ പാടില്ല? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ജനാധിപത്യത്തിനെ അവർ മാറ്റാനാണ് ശ്രമിക്കുന്നത്. പോലീസ് നിലപാടിനെ ന്യായീകരിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയാണെന്നല്ല, എന്നാൽ ഒറ്റപ്പെട്ട മാധ്യമപ്രവർത്തകർ ചിലരെങ്കിലും വൈകാരികമായി ഇത്തരമുണ്ടാകുന്ന ഇഷ്യൂസിൻ്റെ ഭാഗമാകാൻ ചില സന്ദർഭങ്ങളിൽ ശ്രമിക്കാറുണ്ട്. അവർ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ അവരെ ആരെങ്കിലും പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട്
ശരിയായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് ഇടത് നയമല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നൊരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ ഒന്നും ഞങ്ങളില്ല. പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് CPI മന്ത്രിമാരായ P പ്രസാദ്, K രാജൻ എന്നിവർ പ്രതികരിച്ചു. 24 കൊച്ചി. തലസ്ഥാനം ഇന്നും യുദ്ധക്കളം. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് തെരുവ് യുദ്ധമായി മാറി. മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കവേ പോലീസ് മുന്നറിയിപ്പില്ലാതെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട KPCC അധ്യക്ഷൻ K സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി കല്ലെറിഞ്ഞു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DGP ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. KPCC അധ്യക്ഷൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രവർത്തകർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. കല്ലേറ് രൂക്ഷമായതോടെ നേതാക്കളിരിക്കുന്ന വേദിയിലേക്കും ജലപീരങ്കി നീണ്ടു. മുന്നറിയിപ്പ് പോലുമില്ലാതെ തുടർച്ചയായി കണ്ണീർവാതകവും പ്രയോഗിച്ചു. വേദിയിലുണ്ടായിരുന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പ്രവർത്തകരും DCC ഭാരവാഹികളും ചേർന്ന് മുതിർന്ന നേതാക്കളെ മാറ്റി. ശ്വാസതടസ്സം നേരിട്ട KPCC അധ്യക്ഷൻ K സുധാകരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നിപ്പോൾ സീനിയർ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴാണ് ഈ ടിയർ ഗ്യാസും അതുപോലെ ഈ വെള്ളം ചാറ്റിയതുമൊക്കെ കേരളത്തിൽ ഇന്നുവരെ ഒരു സർക്കാരും ഒരു പോലീസും കാണിക്കാത്ത ക്രൂരതയാണ് ഇന്ന് ഇതിനെതിരെ അവർ നടത്തിയത്. നേതാക്കൾ പിരിഞ്ഞുപോയ ശേഷവും പ്രവർത്തകർ ഏറെ നേരം പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചു. പിന്നീട് KPCC ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നേമമണ്ഡലത്തിലെ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നുപോയ വഴിയിൽ കറുത്ത വസ്ത്രങ്ങളടിഞ്ഞ് ചാണ്ടിയുമ്മൻ MLA ഒറ്റയാൽ പ്രതിഷേധം നടത്തി. പ്രദേശത്ത് DYFI പ്രവർത്തകർ സംഘടിച്ചെങ്കിലും പോലീസ് സുരക്ഷയിൽ കസേരയിലിരുന്നാണ് ചാണ്ടിയുമ്മൻ പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് ചാണ്ടിയുമ്മൻ മടങ്ങി. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനിടെ പോലീസ് തന്നെ വ്യക്തിപരമായി ഉന്നം വെച്ചെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. പോലീസ് നടപടിക്കെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. രാസായുധത്തിന് സമാനമായ വസ്തുവാണ് പോലീസ് ഉപയോഗിച്ചതെന്ന ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLAയും രംഗത്തെത്തി. കോൺഗ്രസ് കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന് LDF കൺവീനർ EP ജയരാജൻ തിരിച്ചടിച്ചു. കോളേജ് കാലം മുതൽ തന്നോടുള്ള കുടിപ്പക മുഖ്യമന്ത്രി തീർക്കുകയാണെന്നാണ് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ K സുധാകരൻ MP ആരോപിക്കുന്നത്. MP എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു പോലീസ് നടപടി. പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും K സുധാകരൻ ആരോപിച്ചു. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്, ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. പോലീസിൻ്റെ അകത്തുള്ള ഗുണ്ടകൾ, പിന്നെ പുറത്തുള്ള ഗുണ്ടകൾ എല്ലാ ജില്ലയിൽ നിന്നും അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. കേരളത്തെ CPIM ഗുണ്ടകളുടെ നാടാക്കി മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്രതീക്ഷിതമായ പോലീസ് നടപടി ഞെട്ടിച്ചുവെന്ന് രമേശ് ചെന്നിത്തല. K സുധാകരനെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് നടപടിയെന്ന് മാത്യു കുഴൽനാടൻ MLAയും ആരോപിച്ചു. പോലീസ് നടപടിക്കെതിരെ MLAമാർ നിയമസഭയുടെയും MP മാർ ലോക്സഭയുടെയും പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് ശശി തരൂർ MP. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. MP മാരാണ്. 6 MP മാരും 4-5 MLAമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് ഷെൽ അടിക്കാൻ പാടും. അത് മാത്രമല്ല ഭയങ്കര ഹൈഗ്രേഡ് ആയിരുന്നു. കലാപമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചതെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ വാദം. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടാണ്. വടിയും കമ്പിവടിയും അതുപോലെ RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വേദിയിലിരിക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ DYFI നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ.
ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പൊതുമുതൽ നശിപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതിനിടെ ചാലക്കുടി SI-ക്കെതിരെ കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ റോന്തു ചുറ്റിയ SFI പ്രവർത്തകർക്ക് പോലീസ് പിഴ ചുമത്തിയതാണ് സംഘർഷത്തിന് കാരണം. പ്രകോപിതരായ പ്രവർത്തകർ DYFI ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ പോലീസ് ജീപ്പ് തകർത്തു. ജീപ്പിന് മുകളിൽ കയറിയ നിതിൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു, ബീക്കൺ ലൈറ്റ് നശിപ്പിച്ചു. കൂടുതൽ പോലീസ് എത്തി നിതിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി മോചിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് കടന്നുകളഞ്ഞ നിതിനെ ഒല്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് വീണ്ടും പിടികൂടിയത്. കേസിൽ പിടിയിലായ DYFI SFI പ്രവർത്തകരായ ജിയോ ഷമീം, ഗ്യാനേഷ്, വിൽഫിൽ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം കൊലവിളി പ്രസംഗവുമായി SFI നേതാവ് രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവുപട്ടിയെ പോലെ തല്ലുമെന്നായിരുന്നു SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ ഭീഷണി. കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയിലെ തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. പോലീസ് ജീപ്പ് തകർത്തവരെ ന്യായീകരിച്ച് CPIM രംഗത്തെത്തി. SFI പ്രവർത്തകരെ മർദ്ദിച്ച ചാലക്കുടി SI അഫ്സലിനെതിരെ നടപടി വേണമെന്നും CPIM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 24 തൃശൂർ. കോൺഗ്രസിനെതിരെ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി. 4 വോട്ടിന് വേണ്ടിയോ 3 സീറ്റിന് വേണ്ടിയോ എന്ത് ചെറ്റത്തരവും കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മടിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാം BJPക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി. 4 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ 2 or 3 സീറ്റിന് വേണ്ടി എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ് നേതൃത്വം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിലപാടെടുത്തത്. BJPയെ നല്ലതുപോലെ പ്രീണിപ്പിക്കണം. BJPയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള നീരസവും ഉണ്ടാകരുത്. കേരളം തകരുന്നെങ്കിൽ തകരട്ടെ. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. അറബിക്കടലിൽ ഇസ്രയേലി ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. കപ്പലിന് തീപിടിച്ചു. കപ്പലിലെ ജീവനക്കാരിൽ 20 പേർ ഇന്ത്യക്കാരാണ്. പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ ICGS വിക്രം എന്ന കപ്പൽ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ആര് നടത്തിയ ആക്രമണം? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ നിതിൻ? റിജിത്ത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഡ്രോൺ ഉപയോഗിച്ചുള്ളതാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവമായുള്ളൊരു സ്വഭാവം. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കപ്പലിന് തീപിടുത്തമുണ്ടായി. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും സഹായത്തോടെ തന്നെ തീ അണച്ചു. പക്ഷെ കപ്പലിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലിലെ ജീവനക്കാരിൽ 20 പേർ ഇന്ത്യക്കാരാണ്. ഇവരെല്ലാവരും സുരക്ഷിതരാണെന്നും ഇപ്പോൾ വിവരം പുറത്തുവരുന്നുണ്ട്. ഇസ്രായേലി ബന്ധമുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യയിലെ വരാവൽ തീരത്തുനിന്ന് ഏതാണ്ട് 217 നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറ് മാറിയാണ് ആക്രമണം ഉണ്ടായത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം ടൈം ട്രേഡ് ഓപ്പറേഷൻസും അതോടൊപ്പം തന്നെ ആംബ്ര എന്ന സ്ഥാപനവുമാണ് ഈ ആക്രമണം സ്ഥിരീകരിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്തായാലും ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്. 20 പേർ ഇന്ത്യക്കാരാണതിൽ. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കപ്പലിലെ ജീവനക്കാരിൽ 20 പേർ ഇന്ത്യക്കാരാണ്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ശബരിമല വാർത്തകൾ. തുടർച്ചയായ 5ാം ദിവസവും ശബരിമലയിൽ തീർത്ഥാടക തിരക്കാണ്. പമ്പയിൽ നിന്ന് ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നു. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള പ്രയാണം ആരംഭിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. 6 മണിയോടെ ആരംഭിച്ച പ്രത്യേക പൂജകൾക്ക് ശേഷം 7 മണിക്ക് തന്നെ തങ്കയങ്കി രഥത്തിലേക്ക് എത്തിച്ചു. 26-ന് ദീപാരാധനയ്ക്ക് മുമ്പ് തങ്കയങ്കി ശബരിമല സന്നിധാനത്തെത്തും. മണ്ഡല പൂജകൾക്ക് സമാപനം കുറിച്ച് തങ്കയങ്കി ചാർത്തിയാകും പിന്നീട് സന്നിധാനത്തെ പ്രത്യേക പൂജകൾ.
പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ നടത്തിയ പരിശോധനയിൽ 52 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 151 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. ഡിസംബർ 25-നുള്ള പാതിരാ കുർബാന മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സിനഡ് അംഗീകരിച്ച കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് സർക്കുലർ. മാർപ്പാപ്പയെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നും സമയമെടുത്ത് പഠിച്ചാണ് തീരുമാനമെന്നും സർക്കുലർ. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള സർക്കാർ യോഗം നാളെ 5 മണിക്ക് തൃശൂർ രാമനിലയത്തിൽ. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുമായും കൊച്ചിൻ ദേവസ്വം ബോർഡുമായാണ് കൂടിക്കാഴ്ച. ഭീകരാക്രമണം നടന്ന കശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലയിൽ ഇന്റർനെറ്റ് നിരോധനം. വനമേഖലയിൽ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിനെതിരെ പ്രതിഷേധിക്കുന്ന താരങ്ങൾക്ക് പിന്തുണയേറുന്നു. പത്മശ്രീ മടക്കി നൽകുമെന്ന് വീരേന്ദർ സിംഗ്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.